MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ, ലൈബീരിയൻ ഫ്ലാഗാണ് ആ കപ്പലിലുള്ളത്. കപ്പലിനെ തിരിച്ചറിയുന്നതെല്ലാം അത് ഫ്ലാഗാണ്. ഓരോ രാജ്യങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കപ്പലിനെ രാജ്യമായിട്ട് കണക്കാക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കപ്പലെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫ്ലാഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ ലൈബീരിയൻ ഫ്ലാഗാണ് ഈ കപ്പലിലുള്ളത്, MSC എൽസ 3. ഈ കപ്പൽ വളരെ പഴക്കമുള്ള കപ്പലാണ്. അതിൻ്റെ 94-ലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, 1994-ലെങ്ങാണ്ട് മറ്റോ ആണ് ഇത് യഥാർത്ഥത്തിൽ സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കപ്പൽ ആദ്യമായിട്ട് നീറ്റിലിറങ്ങുന്ന അന്നാണ്. എന്നിട്ട് പല പല കൈമറിഞ്ഞ് ഒരുപാട് ഓണേഴ്സ് എല്ലാം മാറി അങ്ങനെ ഈ കപ്പലുകളിൽ സാധാരണ സംഭവിക്കുന്നത്. അത് തന്നെ ലൈബീരിയൻ ഒരു കമ്പനിക്കാണ് ഈ കപ്പൽ അവസാനം ഇപ്പോൾ ഉടമസ്ഥാവകാശമുള്ളത്. അത് ഇന്നലെ രാവിലെ 7:30 പൂർണ്ണമായിട്ടാണ് മുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. അത് ഹോൾഡ് ചെയ്തെന്ന് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതിലേതാണ്ട് ഒരു 36 കണ്ടെയ്നേഴ്സും കാണാണ്ട് മാത്രമേ ഉള്ളൂ അതിൽ കാലിയായിട്ടുള്ളത്. ബാക്കി മുഴുവൻ ലോഡഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരു 38 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ആണ് ഈ കപ്പൽ മുങ്ങിയത്. അപ്പോൾ ആ മുങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യം അതിങ്ങനെ ചരിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചരിഞ്ഞെന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നറെല്ലാം കൂടെ ഒരു വശത്തേക്ക് മാറും. അതിൽ അന്നേരം തന്നെ ഏതാണ്ട് 6-7 കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ വീണു, കടൽ വീണു. പിന്നെ ബാക്കിയുള്ള കണ്ടെയ്നേഴ്സ് അത് 26 ഡിഗ്രി ആദ്യം ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണ്. കുറേ നേരം അങ്ങനെ നിന്നു. അപ്പോൾ ആ കപ്പൽ സാധാരണ അത് ഇങ്ങോട്ട് അതിൻ്റെ അവിടുത്തെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് നേരെ ആകേണ്ടതാണ്, വേറെ കപ്പലിന് കുഴപ്പമില്ലെങ്കിൽ. പക്ഷേ ഇതങ്ങനല്ല. ഇതിൻ്റെ അടിവശം തുള വീണ് ദ്വാരം വീണ് അതിൽ വെള്ളം കയറിയത് തന്നെയാണ്. അതുകൊണ്ടാണ് അത് ആ കപ്പൽ മുങ്ങിയത്. അപ്പോൾ അതിങ്ങനെ മുങ്ങി ഇപ്പോൾ അടിത്തട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വളരെ നമ്മൾ പറയുന്ന പോലെ സ്പീഡിനങ്ങ് വെള്ളത്തിൽ നിന്ന് താഴ്ന്നു പോകുന്നൊന്നുമില്ല. പതുക്കെ ഇത് പോവുള്ളൂ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എപ്പോൾ അടിത്തട്ടി ചെല്ലുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആ കപ്പലിൽ ഏതാണ്ട് 84 പരം ടൺ ഡീസൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 336 ചില്ലറ ടൺ ഫർണസ് ഓയിലുണ്ട്. ഈ ഫർണസ് ഓയിൽ എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് കണ്ടാമിനേറ്റഡ് ആണ് ഈ ഫർണസ് ഓയിൽ എന്ന് പറയുന്ന സാധനം. അതായത് അത് മായം ചേർന്ന ഒരു സാധനമാണ് എപ്പോഴും ഫർണസ് ഓയിൽ. അപ്പോൾ ഇതിന് വലിയ പ്രശ്നമുള്ള കാര്യം ഇതൊന്നുമല്ല. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളടക്കം എന്നുള്ളത് ഇതുവരെ ആരും വെളിവാക്കിയിട്ടില്ല. കാരണം ആ കണ്ടെയ്നേഴ്സിനകത്തെല്ലാം എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ 13 കണ്ടെയ്നറുകളിനകത്തിൽ അതിൽ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന രാസവസ്തു ഉണ്ട്. ഈ കാർബൈഡ് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ഈ കാർബൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം. കാരണം ഈ വാഴപ്പഴം, മാങ്ങ, മെയിനായിട്ട് ഈ 2 ഫ്രൂട്ട്സാണ്. ഇത് 2 ഫ്രൂട്ട്സും പെട്ടെന്ന് റൈപ്പൻ ചെയ്യുന്നത്, പെട്ടെന്ന് പാകമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കാൽഷ്യം കാർബൈഡ്. അതിന് അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട്. പിന്നെ വേറെ അതിന് ഈ ആ രാസവസ്തുവിനും വേറെ ചില ഉപയോഗങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഏറ്റവും മോശമായ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്. അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരാരും ഇത് പെർമിറ്റ് ചെയ്യത്തില്ല. ഈ കാൽഷ്യം കാർബൈഡ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട് കാൽഷ്യം കാർബൈഡ്. കാരണം ഇത് ഒരുപാട് നമ്മൾ മണക്കുന്നിരിക്കട്ടെ, ഇത് മണത്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ വായിലൊക്കെ അതിന് വലിയ ഇറിറ്റേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവും. പിന്നെ നമുക്ക് നോസിയ, അതായത് മനംമറുപ്പ്, നമുക്ക് മനം പുരട്ടൽ നമ്മൾ പറയത്തില്ല, മനം പുരട്ടൽ ഉണ്ടാവും, ഛർദിലുണ്ടാകാം. പിന്നെ ഇതൊന്നുമല്ല, ക്യാൻസറിന് ഒരു ഉറപ്പായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണിത്. പിന്നെ അതുകൂടാതെ ഇതിന് ഈ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവും ഇതുമൂലം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുള്ള ഒരു സാധനമാണ് ഈ കാൽഷ്യം കാർബൈഡ്. ഇതുമല്ല പ്രശ്നം. ഇത് സാധാരണ വെള്ളത്തിൽ വീണാൽ കുഴപ്പമില്ല. പക്ഷെ കടൽ വെള്ളത്തിൽ ഉപ്പുണ്ടല്ലോ, കടൽ വെള്ളത്തിൽ ഇത് വീണ് കഴിഞ്ഞാൽ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാവും. ഇതിൽ നിന്ന് ഡയറക്റ്റ് ഉൽപ്പാദിപ്പിക്കും. ഈ അസറ്റിലിൻ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഭയങ്കര ഹൈലി ഇൻഫ്ലൈമബിൾ ആണ്. അതായത് അടുത്ത് വന്ന തീ കണ്ടാ പിടിച്ചു പോകും. അതാണ് യഥാർത്ഥത്തിൽ ഈ വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അസറ്റിലിൻ ഗ്യാസ് ഉപയോഗിക്കും. അപ്പോൾ ഈ അസറ്റിലിൻ ഗ്യാസ് ഇതിൽ നിന്ന് പെട്ടെന്നുണ്ടാവും കടൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടെയ്നറിൻ്റെ അടുത്ത് പോരുന്നതൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. അത് വളരെ വലിയ പ്രശ്നം. അസറ്റിലിൻ ഗ്യാസ് ഉണ്ടാവും.
ആ ഗ്യാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൈലി ഇൻഫ്ലമബിൾ ആണ്. ദൂരെ നിന്നൊരുത്തം സിഗരറ്റ് വലിച്ചാൽ മതി, കാര്യം തീരും, കത്തിപ്പോവും മുഴുവൻ. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള വലിയ അപകടം ഇതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ടെയ്നറുകൾ ഒഴിവ് നടക്കുന്നതൊക്കെ കണ്ടാൽ സൂക്ഷിക്കണം, അതിനടുത്തോട്ട് പോകരുത്, അത് നിങ്ങളാരും പിടിക്കരുത് എന്ന്. കാരണം അതിൻ്റെ അതോറിറ്റീസ് അറിഞ്ഞ് വന്ന് വേണം അത് കരയിലൊക്കെ അടുപ്പിക്കാനുള്ളത്. അല്ലാതെ മനുഷ്യരാരും ഇതിൽ കയറി ഇടപെടരുത്. ഇത് ഞാൻ പറയുന്നത് എന്തറിയോ, നമുക്ക് കടലിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അൺവാണ്ടഡ് ആയിട്ട്, അതായത് ഇതേപോലെ ഉള്ള ഒരുപാട് സാധനങ്ങൾ ഒഴി നടക്കും. അപ്പോൾ അത് മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു കേസ് ഇത് വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിടയായിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഇതേപോലെ ഒരു മുഴുവൻ നോക്കുമ്പോൾ തടികൾ ഒഴി നടക്കുക. തടികളല്ല, അത് മുഴുവൻ പ്ലൈവുഡാണ് ഒഴി നടക്കുക. അവസാനം അത് മത്സ്യത്തൊഴിലാളികൾ അവർ 2 പേര് ചേർന്ന് കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഈ പിടിച്ചുകൊണ്ട് വരുന്ന വസ്തുക്കൾ അതിന് ഓണേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ വകയാണ്, പക്ഷേ അത് ലേലം ചെയ്യും. ലേലം ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി തുകയുണ്ടല്ലോ, 50% ഈ റെസ്ക്യൂ നടത്തി കൊണ്ടുവരുന്നവർക്ക് കൊടുക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെങ്ങനെ കടലിൽ ഇത് ഇങ്ങനെ ഒഴി നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ കടലിലെ ആ കപ്പലിനകത്ത് അതിൻ്റെ കേവ് ഭാരം അത് കൂടിക്കഴിഞ്ഞാൽ, ഇത് ഭാരം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റന്മാർ പലപ്പോഴും ഇതിലെ ഈ ലോഡ് തള്ളി ഇടാൻ പറയും, കടലിടും. കാരണം അല്ലെങ്കിൽ കപ്പൽ മുങ്ങിപ്പോകും. അപ്പം അങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആണ് ഈ കടലിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ലോസ്റ്റ് ഗുഡ്സ് കടലിൽ കിടക്കുക. അതിനൊരു നിയമം തന്നെ ഉണ്ട് നമുക്ക് കേട്ടോ, ഇങ്ങനെയുള്ള അതിന് ഞാൻ പിന്നൊരവസരത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ അതല്ല വേദി. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാൽഷ്യം കാർബൈഡ് ഇങ്ങനെ വളരെ ഉപദ്രവകരമായ ഒരു വസ്തു അതിനകത്തുണ്ട്. ഇനി ഇതുമല്ല അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 84 ടണ്ണിൽ പരം ഡീസല്, അതേപോലെ 336 ടണ്ണിൽ പരം ഫർണസ് ഓയിൽ ഇതിനകത്തുണ്ട്. ഈ ഫർണസ് ഓയിലിനൊരു പ്രശ്നമുള്ളത്, അതിനകത്ത് സൾഫർ, ഗന്ധകം വളരെ കൂടുതലുണ്ടെന്നുള്ളതാണ്. സൾഫർ ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനൊക്കെ വളരെ വലിയ ദോഷം ചെയ്യും. ഇത് മാത്രമല്ല, ഇത് ഈ കടലിൻ്റെ ഈ എണ്ണ, ഇത് ഈ ഫർണസ് ഓയിലായാലും അതേപോലെ ഡീസലായാലും കടലിൽ വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് പരന്ന് കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, സൺലൈറ്റ്, നമ്മുടെ സൂര്യപ്രകാശം ഈ കടലിന് ഉള്ളിലേക്ക് പോകത്തില്ല പിന്നെ. കാരണം ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യത്തേ ഉള്ളൂ, നേരെ അങ്ങോട്ട് കടലിലേക്ക് അത് പിയേഴ്സ് ചെയ്ത് സൺലൈറ്റ് പോകുകയല്ല. അങ്ങനെ പോകാതെ വരുമ്പോൾ മത്സ്യങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, ജീവിച്ചിരിക്കാൻ ഒക്കത്തില്ല. കാരണം അതിലെ എല്ലാ ജീവജാലങ്ങൾക്ക് മുഴുവൻ, ആൽഗെ കടലിൽ ഒരുപാടുണ്ട്, ചെടികളുണ്ട് അകത്ത്, ഇതിനെല്ലാം സൺലൈറ്റ് കിട്ടത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് വരാതെ വരുന്ന ഉടനെ ഇതൊക്കെ ഈ സമ്പത്തൊക്കെ നശിച്ചു പോകും, ജീവജാലങ്ങളൊക്കെ മുഴുവൻ അവിടെ നശിച്ചു പോകും. ഇപ്പോൾ ഈ കപ്പൽ മുങ്ങിയേക്കുന്നതിൻ്റെ ഒരു 20 നോട്ടിക്കൽ മൈല് ചുറ്റളവിൽ ഉള്ള ഭാഗത്ത് മത്സ്യബന്ധനം നിരോധിച്ചേക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചാള എന്നൊക്കെ പറയുന്ന മീനുണ്ടല്ലോ, ഈ യഥാർത്ഥത്തിൽ ഈ മൺസൂണിലാണ് കടൽ ഇളകി മറിയും, വെള്ളം മറിഞ്ഞിട്ട് ഇതിന് ഒരു ഊർജ്ജസ്വലത ഉണ്ടായിട്ട് ഈ ചാളയൊക്കെ കൂടുതൽ ലഭിക്കുന്നത് ഈ സമയത്താണ്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് അത് ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഏതാണ്ട് ഭാഗത്തോട്ട് വരുന്നതാണ് ഈ ചാളയൊക്കെ, അടിയിലോട്ട് ഇതിങ്ങനെ പോകത്തില്ല. അപ്പോൾ അതിൻ്റെ ആ സമ്പത്തെല്ലാം ഇപ്പം നശിക്കും. മത്സ്യത്തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടും. നമുക്കൊരല്പം മത്സ്യം കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഇനി ബത്തപ്പാടാവും. മാത്രമല്ല, ഈ ഇതിനകത്ത് ഇതേപോലെ കാർബൈഡോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ അതിനകത്ത് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഓയിൽ, ഈ ഫർണസ് ഓയിൽ, ഗന്ധകമാണ് അതിനകത്ത് കൂടുതലുള്ളത്. അതൊക്കെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മത്സ്യം നമുക്ക് കഴിക്കാൻ വയ്യാതാവും. ആ രീതിയിലൊക്കെ ഉള്ള കുഴപ്പങ്ങളുമൊക്കെ ഉണ്ട്. ഇതൊരു ചില്ലറ കാര്യമല്ല. ഇനി ഈ കപ്പൽ പൊക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇത് മുഴുവനായിട്ട് പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബോട്ടൊക്കെ ആണെങ്കിൽ ഇത് പൊക്കിയെടുക്കുക, ഒരു കപ്പലാണ്, അത് അത്ര എളുപ്പം മാത്രമല്ല, ലോഡഡാണ്. എല്ലാം പെട്ടെന്ന് പൊക്കിയെടുക്കാൻ പറ്റുന്നതല്ല നമുക്ക്. അത് പൊക്കിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവുണ്ട്. ആര് വഹിക്കും? ഈ കപ്പലിൻ്റെ കമ്പനിക്കാർ. അവർക്ക് ഇൻഷുറൻസ് കാണും, ഇതിന് കപ്പലിന് ഇത് ഇൻഷുർഡ് ആയിരിക്കും. അവർക്ക് ഇൻഷുറൻസ് നോക്കി വാങ്ങിച്ചുകൊണ്ട് അവരങ്ങ് പോകും. അല്ലാതെ അവർക്ക് ഇത് റെസ്ക്യൂ ചെയ്ത് എടുക്കണമെന്നൊന്നും അവർക്ക് നിർബന്ധം കാണത്തില്ല. പിന്നെ ഈ ചരക്കുകളുടെ കാശ് അതൊക്കെ ഇൻഷുർഡ് ആയിരിക്കും അതിനകത്തുള്ളതൊക്കെ. അപ്പം അങ്ങനെ വരുന്ന ഉടനെ ആ ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഓണേഴ്സിന് വലിയ നിർബന്ധമൊന്നും കാണത്തില്ല ഇത് പൊക്കിയെടുക്കണമെന്ന്.
പക്ഷേ ഇത് പൊക്കി എടുത്തില്ലെങ്കിലുള്ള കുഴപ്പം, അവിടെ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിനകത്ത് ഈ കാർബൈഡ്, കാൽഷ്യം കാർബൈഡ് പോലുള്ള വസ്തുക്കൾ അതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാം. അത് സംഭവിക്കാതിരിക്കട്ടെ. കാരണം അത് ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങളാണ്. ഇപ്പം തന്നെ ഇവിടുന്ന് കണ്ടെയ്നർ, ഈ നല്ല ഒഴുക്കല്ലേ ഇപ്പോൾ, അത് കാരണം കണ്ടെയ്നർ, ഇവിടെ നിന്നുള്ള കണ്ടെയ്നർ കരുനാപ്പള്ളി ഭാഗത്തൊക്കെയാണ് ചെന്ന് അടിക്കുന്നത് ഇപ്പോൾ വന്നേക്കുന്നത്, ഇത് ഒഴി നടക്കുന്ന കണ്ടെയ്നർ. ഇതുപോലെ ഏതായാലും അത് ആ കപ്പൽ പൊക്കിയെടുക്കേണ്ടത് അനിവാര്യതയാണ്. ഏതായാലും അത് വേണം. കാരണം ഈ ഓയിൽ ചോർച്ച എന്ന് പറയുന്നത്, ഇനി അത് ആ ഓയിൽ റിമൂവ് ചെയ്യാനുള്ള മെക്കാനിസമൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. അങ്ങനെയുള്ള ആ മെക്കാനിസം മൂലം ഈ ഓയിലും ഫർണസ് ഓയിലും, അതായത് ഡീസലും ഫർണസ് ഓയിലും ഒക്കെ വെള്ളത്തിൽ കലരുന്നത് യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കണം. അതാണ് വേണ്ടത്. ഇതൊരു വലിയ ഉപദ്രവമായിട്ട് മാറി. എന്ത് ഹസാറസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ കപ്പലുകളൊക്കെ പോകുന്നതെന്ന് ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. ഇങ്ങനെയുള്ള സാധനമൊക്കെ കൊണ്ടാണ് പോകുന്നത് കപ്പലിനകത്ത്, കപ്പലൊക്കെ പോകുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അതിൽ കാണും.